നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് എന്നും അത്ഭുതമാണ് മഞ്ജു വാര്യർ. സിനിമയേക്കാൾ നാടകീയമായി മുന്നോട്ടു പോയ ജീവിതം, പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി, ആളുകളോട് ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട്. കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ്. മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മഞ്ജു വാര്യർ. 47-കാരിയായ മഞ്ജുവിന് ഇന്ന് ബോളിവുഡിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. സാധാരണ ബോളിവുഡിൽ പോലും 40 പിന്നിട്ട നായികാ നടിമാർക്ക് താരമൂല്യമില്ല. എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നുണ്ട്. ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തന്റെ കരിയറിന്റെ പീക്കിലാണ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും. 10 വർഷത്തിലധികം കാലം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മഞ്ജു ജീവിച്ചു. മറ്റാരുമായിരുന്നുവെങ്കിൽ മറന്നുപോകുമായിരുന്ന എന്നുറപ്പിക്കാൻ സാധിക്കുന്ന ഇടവേള. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരികെ വന്നു. പോയതിലും ശക്തമായി. അവരുടെ തിരിച്ചുവരവ് കാത്തിരുന്ന മലയാളി മഞ്ജുവിന്റെ ഇരിപ്പിടം മറ്റാർക്കും നൽകാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഹേറ്റേഴ്സ് അധികം ഇല്ലാത്ത മഞ്ജുവിന് പക്ഷെ പലപ്പോഴും തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചിലരുടെ ചോദ്യം അടിക്കടി നേരിടേണ്ടി വരാറുണ്ട് എന്നതാണ് പ്രധാന കാര്യം. അത്തരത്തിൽ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ ഏപ്രിൽ മാസം റിലീസിന് എത്തുന്ന തമിഴ് ചിത്രമായ മിസ്റ്റർ എക്സ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിരുന്നു. മികച്ച പ്രതികരണമാണ് ഈ ട്രെയിലറിന് ലഭിക്കുന്നത്. അതിൽ അത്യാവശ്യം സ്റ്റൈലിഷ് ലുക്കിലാണ് മഞ്ജു വാര്യർ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ട്രെയിലറിന് അടിയിലാണ് ഇപ്പോൾ മഞ്ജുവിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ആരാധിക ചോദ്യം ഉന്നയിച്ചത്. സുന്ദരിയായിരുന്നപ്പോൾ കെട്ടിയ ഭർത്താവിനെ എന്തിനാ കളഞ്ഞത്? മാരേജ് വർക്കൗട്ട് ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു? ഒരു മാരേജ് കൗൺസിലിങ്ങിനെങ്കിലും പോകാമായിരുന്നു. കുത്തിത്തിരിപ്പിച്ചവർ അവരുടെ കുടുംബം ശിഥിലമാകാതെ നോക്കി. വയസ്സാകുമ്പോൾ നമുക്കാരും കാണില്ല. യൂത്ത് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നവരെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു ബുദ്ധി. ആ ബന്ധത്തിൽ അടിയും പരസ്ത്രീ ബന്ധവും ഇല്ല എങ്കിൽ എന്നായിരുന്നു ഒരു ആരാധിക കമന്റ് ചെയ്തത്. ഇതിന് പിന്നാലെ ആരാധകർ തന്നെ മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു. മഞ്ജു വാര്യരാവട്ടെ ഇതിന് മറുപടിയൊന്നും നൽകിയിട്ടില്ല. എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങൾ നോക്കുന്നത് എന്നായിരുന്നു ഒരാൾ നൽകിയ മറുപടി. സാധാരണഗതിയിൽ ഇത്തരം കമന്റുകൾക്ക് മഞ്ജു വാര്യർ പരിഗണന നൽകാറില്ല. അതാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം വിവാഹമോചനത്തിന് ശേഷവും മഞ്ജു വാര്യരുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളുടെ തിരിച്ചുവരവിന്റെ പ്രതീകമായി മാറുകയായിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയുടെ പ്രിയ നായികയായിരുന്ന മഞ്ജു 1998-ൽ ദിലീപുമായിട്ടുള്ള വിവാഹശേഷം അഭിനയ രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2014-ൽ പുറത്തിറങ്ങിയ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തന്റെ സൂപ്പർ താര പദവി തിരിച്ചുപിടിക്കുകയും കരിയറിൽ ശക്തമായ രണ്ടാം വരവ് നടത്തുകയും ചെയ്തത്. ദിലീപുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലായിരുന്നു മഞ്ജുവിന്റെ ഈ തിരിച്ചുവരവ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ദിലീപ് 2014-ൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകുകയും 2015 ജനുവരിയിൽ എറണാകുളം കുടുംബ കോടതിയിൽ ഇത് അനുവദിക്കുകയും ചെയ്തിരുന്നു. ഹൗ ഓൾഡ് ആർ യു നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം നടത്തിയതോടെ മഞ്ജുവിന്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കപ്പെട്ടു. എന്നാൽ സിനിമയിലേക്ക് മടങ്ങിയെത്തും മുൻപ് മഞ്ജു തന്റെ കലാപരമായ കഴിവുകൾ വീണ്ടും പൊടിതട്ടിയെടുത്തിരുന്നു. 2012 ഒക്ടോബറിൽ ഗുരുവായൂരിലെ നവരാത്രി നൃത്ത മണ്ഡപത്തിൽ അവർ ഒരു കുച്ചിപ്പുടി അരങ്ങേറ്റം നടത്തി. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കൊപ്പം കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യങ്ങളിലും മഞ്ജു പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനിടെ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സല്ലാപം എന്ന പേരിൽ ഒരു പുസ്തകവും മഞ്ജു പ്രസിദ്ധീകരിച്ചു. കരിയറിന്റെ അത്യുന്നതയിൽ നിൽക്കവെയായിരുന്നു മഞ്ജു സിനിമ വിട്ടത്. കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക ജൂറി പരാമർശവും ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയതിനു ശേഷവും മഞ്ജു അഭിനയം ഉപേക്ഷിച്ചു. അതിനാൽ അവരുടെ തിരിച്ചുവരവ് ആരാധകർക്ക് വൈകാരികമായ ഒരു സന്തോഷം കൂടിയായിരുന്നു. വിവാഹമോചനാനന്തരം മഞ്ജു തന്റെ സ്വകാര്യ ജീവിതം രഹസ്യമായി സൂക്ഷിക്കുകയും ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ മഞ്ജുവിനെ കൂടുതൽ അവരെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരാറുള്ളത്. എന്നാൽ ഇടയ്ക്ക് ചില മോശം കമന്റുകൾ മേൽപ്പറഞ്ഞതുപോലെ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും ആരാധകർ തന്നെ അതിന് തക്കതായ മറുപടിയും നൽകാറുണ്ട്. അതേസമയം മഞ്ജു വാര്യർ ആക്ഷൻ മൂഡിലെത്തുന്ന തമിഴ് ചിത്രമാണ് മിസ്റ്റർ എക്സ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ ആളുകളെ സംബന്ധിച്ച് ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ ആ സിനിമയിലേക്ക് യെസ് പറയാൻ തനിക്ക് 3 മാസം വേണ്ടി വന്നു എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. ഗൗതം വാസുദേവ് മേനോന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന മനുവിന്റെ 2ാമത്തെ സിനിമയാണ് മിസ്റ്റർ എക്സ്. ഇതിനു മുൻപ് സംവിധാനം ചെയ്ത FIR എന്ന ചിത്രവും ഏറെ ശ്രദ്ധ നേടിയ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ആയിരുന്നു.
മഞ്ജു വാര്യരോട് മിസ്റ്റർ എക്സിന്റെ കഥ പറഞ്ഞപ്പോൾ യെസ് പറയാനായി 3 മാസം എടുത്തു എന്നാണ് സംവിധായകൻ പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് മഞ്ജു തന്നെ വിശദീകരിച്ചു. എല്ലാവരും എന്റെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് കാത്തിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമ തീർത്തും എന്നെ സംബന്ധിച്ച് പുതുമയുള്ളതാണ്. മനുവിനെ ഞാൻ പരിചയപ്പെട്ടതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ആരും സിനിമ കണ്ടിട്ട് ഇത് എന്തിനു ചെയ്തു, ഇവർക്ക് പകരം മറ്റാരെങ്കിലും ചെയ്തുകൂടെ എന്ന് ചിന്തിക്കരുത് എന്ന് ഉറപ്പിക്കണമായിരുന്നു. എന്റെ യെസ് പറയുന്നതിന് മുൻപ് എല്ലാം ക്ലിയർ ആയിരിക്കണമെന്നായിരുന്നു എനിക്ക്. യെസ് പറഞ്ഞതിനു ശേഷം പിന്നീട് പിന്മാറുന്നതും സംശയിച്ച് നിൽക്കുന്നതും പാതി മനസ്സോടെ ചെയ്യുന്നതും എനിക്ക് ശീലമില്ലാത്ത ഒന്നാണ്. അതിനൊപ്പം എനിക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടായിരുന്നു. എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മനു വ്യക്തമായ മറുപടി നൽകി. അതിലൂടെ മനുവിന് എത്രത്തോളം ക്ഷമയുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കി. എന്റെ സംശയങ്ങൾക്ക് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്തു. അങ്ങനെ കൺവിൻസ്ഡ് ആയതിനു ശേഷമാണ് ഞാൻ യെസ് പറഞ്ഞത്. യെസ് പറയുമ്പോൾ ഞാൻ പൂർണ്ണമായും ഹാപ്പി ആയിരുന്നു എന്നും മഞ്ജു വാര്യർ അടിവരയിട്ട് പറയുന്നുണ്ട്. സൂപ്പർ താരം ആര്യ, ശരത് കുമാർ, ഗൗതം കാർത്തിക്, മഞ്ജു വാര്യർ, അതുല്യ രവി, അനഘ, റൈസ വിൽസൺ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മനു ആനന്ദ് സംവിധാനം ചെയ്ത സ്പൈ ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രമാണ് മിസ്റ്റർ എക്സ്. ഈ ചിത്രം ഏപ്രിൽ 17-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തും. മാവരിക് മൂവീസ്, പ്രിൻസ് പിക്ചേഴ്സ് എന്നീ ബാനറിൽ വിനീത് ജെയിൻ, NS ലക്ഷ്മൺ കുമാർ എന്നിവർ ചേർന്ന് ചിത്രം നിർമ്മിക്കുന്നു. വിഷ്ണു വിശാൽ ഹിറ്റ് ചിത്രമായ FIR-ന് ശേഷം മനു ആനന്ദ് ഒരുക്കുന്ന ഈ ചിത്രം ഇന്റലിജൻസ് ലോകത്തിലെ നിഗൂഢമായ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. രാജ്യത്തെ ഭീഷണിപ്പെടുത്തിയ 5 സംഭവങ്ങൾ ഇന്റലിജൻസ് ഏജൻസികളിൽ തടഞ്ഞതിനെ ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ കഥ രൂപപ്പെട്ടിരിക്കുന്നത്. രാജസ്ഥാൻ, ഹോസൂർ, ചെന്നൈ, മൈസൂർ, തൂത്തുക്കുടി ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലായി 100ഓളം ദിവസങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. വിദേശ രംഗങ്ങൾ ചിത്രീകരിക്കാൻ ഉഗാണ്ട പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് അസർബൈജാനിൽ വെച്ചാണ് ആ ഭാഗങ്ങൾ ചിത്രീകരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യരോടുള്ള ഒരു ആരാധികയുടെ സ്നേഹപ്രകടനം വലിയ ചർച്ചയായി മാറിയിരുന്നു. പാലക്കാട് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു മഞ്ജു. വേദിയിൽ ആരാധകരോട് സംസാരിച്ചുകൊണ്ടിരുന്ന മഞ്ജുവിന് അരികിലേക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു സ്ത്രീ വന്നു. താരത്തെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ചുറ്റുമുള്ള പലരും അമ്പരന്ന് പോയെങ്കിലും മഞ്ജു സംയമനത്തോടെ സാഹചര്യം കൈകാര്യം ചെയ്തു. ഇതേക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ മഞ്ജു പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. ആരാധകരുടെ സ്നേഹത്തെ തള്ളിപ്പറയാൻ മഞ്ജു തയ്യാറായില്ല. എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അവർ വരുന്നത്, അതിൽ സന്തോഷമാണ്, അതൊരു അനുഗ്രഹമാണെന്നും മഞ്ജു പറയുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മഞ്ജുവിന്റെ പരാമർശം. പിന്നീട് ആരാധിക ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടപ്പോൾ താൻ സ്നേഹത്തിന് നന്ദി അറിയിച്ച് താൻ കമന്റ് ചെയ്തിരുന്നുവെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. അവാർഡുകളെ കുറിച്ചും അഭിമുഖത്തിൽ മഞ്ജു സംസാരിക്കുന്നുണ്ട്. ഒരു പരിധിക്കപ്പുറം അവാർഡാണ് എല്ലാമെന്ന് ഞാൻ കരുതുന്നില്ല. കിട്ടിയാൽ നല്ലതാണ്, എന്നാൽ അവാർഡുകൾക്ക് മാത്രം താൻ മുൻഗണന നൽകുന്നില്ല എന്നും മഞ്ജു വാര്യർ പറഞ്ഞു. മിസ്റ്റർ എക്സ് ആണ് മഞ്ജു വാര്യരുടെ പുതിയ സിനിമ. ആര്യ, ഗൗതം കാർത്തിക്, ശരത് കുമാർ എന്നിവർക്കൊപ്പമാണ് ഈ തമിഴ് ചിത്രത്തിൽ മഞ്ജു വാര്യർ അഭിനയിക്കുന്നത്. ഏപ്രിൽ 17-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.